വണ്ടി സാറിന്റെ വണ്ടി. താൻ പേടിക്കാതെ വേഗം വിട്. ഏയ് അതവനല്ലേ? അതെ അവൻ തന്നെയാ. വണ്ടി വേഗം വിട്, സ്പീഡ് വിട്ടോ. വേഗം വേഗം വിട്. നേരെ നേരെ ദാബോന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എവിടെയാ ആളു? മാളു മോളെ മോളെ മാളു മാളു ഗൗരി ചേച്ചി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ചേച്ചിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഗൗരി ചേച്ചി, നമ്മുടെ മാളു അപകടത്തില. അവളെ ഒന്ന് രക്ഷിക്കേ. നീ എവിടാ? മാളു അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും വരാതിരിക്കുന്നെങ്കിൽ ഗൗരി ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ശ്രീ മഹേശ്വര? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മഹേട്ടാ. വേഗം വാ, അവിടെ നിന്നൊരു ശബ്ദം കേട്ടല്ലോ. അവിടെ ഒന്ന് പോയി നോക്കാം. ശരി മഹേട്ടാ. നേരം വെളുത്തു വരുന്നുണ്ട്. വെട്ടം വീണ എല്ലായിടത്തും നോക്കായിരുന്നു. വേഗം വാ.
മാളു 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 മോളെ മാളു 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 മോളെ മാളു മോളെ മാളു 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 മോളെ മാളു 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 മോളെ മാളു 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 മോളെ മാളു 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 മോളെ മാളു മോളെ മാളു മോളെ മാളു 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 എന്റെ കുഞ്ഞ് മാളുവിനെ എനിക്ക് തിരിച്ചു തരണേ ഭഗവാനെ. ജീവിതത്തിൽ എന്നും നീ എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ കുഞ്ഞിനെ കൂടി എന്നിൽ നിന്ന് അടർത്തിയെടുക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. മാളു ശ്രീ മഹേശ്വര, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മാളു ഇതെവിടെയാ? മാളു മോളെ മാളു മാളു
ഇല്ല അല്ലേ? അത് ശരി. എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ ഉടനെ വിളിക്കണം. ശരി, ഓക്കെ. എന്തായി മോനെ? മാളുവിനെ കുറിച്ച് ഒരു അറിവില്ല. പോലീസ് എല്ലാവരും എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ തെരഞ്ഞിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ശ്ശോ, ഇനി എന്ത് ചെയ്യും? നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തത്. അവസാനം ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലോ. അമ്മയുടെ അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണം. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇനി അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുഞ്ഞിന് എന്തെങ്കിലും പറ്റി അതോടെല്ലാം കഴിഞ്ഞു. ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ ഗോകുൽ. ഞാൻ പറയുന്നതാണ് പ്രശ്നം. എന്നാലും മാളു ഇത് എങ്ങോട്ട് പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരോ മറ്റോ? എനിക്കറിയില്ല. ആകെ ഞാൻ ടെൻഷനായി. ഭഗവാനെ, കുഞ്ഞിനൊരു ആപത്തും വരാതെ രക്ഷിക്കണേ. ശ്ശോ. മാളു, മാളു മാളു, മാളു മാലയല്ലേ? അയ്യോ, ഇത് മാളുവിന്റെ മാലയാണല്ലോ. മാളു, മോളെ, മഹേട്ടാ, ഓടി വാ. ദേ ഇവിടെ. എന്താ ഇങ്ങനെ? ഇത് കണ്ടോ? ഇത് മാളുവിന്റെ മാലയുടേതാ. അതെ, ഈശ്വര, എന്റെ കുഞ്ഞ്. മാളു ഇവിടെ എവിടെയുണ്ട് മഹേട്ടാ. അതെ, നമുക്ക് നോക്കാം. മാളു, 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 വെന്തമാണെന്നോ പോരിനൊരു പോരോ തേരിനൊരു തേരോ മാളു, മാളു, പേരിനൊരു പേരോ മാളു, നേരിനൊരു നേരോ തീരം ഇത് മാളു, നീതിയുടെ തീരം മാളു, നീയാരോ ഞാനാരോ ഏകനായി പോകാം ഏകനായി പോകാം മാളു, വികൃതിയായി വികൃതി തകൃതിയായി കഥയുടെ പൊരുൾ ഇവിടെ 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 പകലിനായിരം പാടം വെളുത്തു വന്നു തണുത്തു തണുത്തു മെല്ലെ കരുത്തു കരുത്തു നീ നേരം ചിറകുറുത്തരിയ നേരിനായിരം കാലം
കാലമോ തേങ്ങി സ്നേഹമറിയാതെ മൗനമോ മാറും രാഗമറിയാതെ ജീവിതം പാടുന്നു മഹേട്ടാ, സത്യമോ കേഴും മാളിന്റെ ചെരുപ്പ്. ജഗണു ജഗണു തക ജഗണു ജഗണു തക ജഗണു ജഗണു തക താരം ഇവിടെ ഈ പകലിനായിരം കാലം വെളുത്തു വെളുത്തു വന്ന് തണുത്തു തണുത്തു മേലെ കരുത്തു കരുത്തു നീ നേരം ചിറകു മാളു, ആയിരം മാളു, മോളെ മാളു മാളു, മാളു, മോളെ മാളു, മോളെ മാളു, മാളു മോളെ മോളെ, മാളു മോളെ മാളു, മാളു മോളെ മാളു. മാളു മഹേട്ടാ, മാളു മാളു. മോളെ മാളു മാളു. മഹേട്ടാ, മാളു ഇതിന്റെ ഉള്ളിലുണ്ട്. മോളെ ഈ സമാധാനിക്കും മോളെ മാളു, മോളെ മോളെ അച്ഛൻ ഇവിടെ ഉണ്ട് മോള് പേടിക്കണ്ട മാളു, മഹേട്ടാ, നമ്മുടെ മാളു. മാളു, മാളു, മോളെ നീ പേടിക്കണ്ട മാളു. നീ എന്ത് വിവരക്കാടി കാണിക്കുന്നത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം മഹേട്ടാ. മാളു, ചാടരുത് അത് അപകടമാ അതുകൊണ്ട് മോളെ രക്ഷിക്കാൻ സാധിക്കില്ല നീ ഇവിടെ അപകടത്തിലാവും ചെയ്യും മാളു, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? മാളു, പോലീസിന് വിവരം അറിയിക്കാം പോലീസും ഫയർഫോഴ്സും വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്നില്ല ആഴം ഉണ്ടാകുന്നതിന് വേഗം വിളിക്കും മഹേട്ടാ. മാളു, മാളു, നീ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പേടിക്കണ്ട മോളെ എന്റെ പൊന്നുമോള് പേടിക്കരുത് മാളു, മാളു മോളെ, മോളെ പേടിക്കണ്ട. മാളു, മാളു, ശരി സർ ഓക്കെ അമ്മേ, അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ മഹി, എന്തായി? അമ്മേ മാള് ഇവിടെ ഒരു കാടിനുള്ളിൽ കിണറ് പോലുള്ള ഒരു കുഴിയിൽ വീണ് കിടക്കുക ഏ? അയ്യോ, ആഴം കൂടുതലുള്ള സ്ഥലമാണ് പെട്ടെന്ന് ഇറങ്ങിയെടുക്കാൻ സാധിക്കില്ല പോലീസിൽ വിവരം അറിയിച്ചു അവർ വന്നോണ്ടിരിക്കുക ശരി, ഞങ്ങൾ ഉടനെ അങ്ങോട്ടേക്ക് എത്താം. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ? അമ്മേ ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം ശരി മോനെ. എന്താ അമ്മേ? മാളു ഒരു കിണറ്റിൽ വീണ് കിടക്കാണെന്ന്. കിണച്ചിലോ? അതെ. അതെങ്ങനെ? അതൊന്നും അറിയില്ല. കാട്ടിനുള്ളിലെ കിണറ്റിലാണെന്ന് പറഞ്ഞേ. വല്ല പൊട്ടക്കിണറ്റിലും ആയിരിക്കും.